ഹായ് ഫ്രണ്ട്സ്, കേരള ട്രാവൽ പാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് കോതമംഗലത്ത് നിന്നും വേളാങ്കണ്ണിയിലേക്കുള്ള ഒരു തീർത്ഥയാത്രയാണ്. ഇന്നലെ രാത്രിയാണ് നമ്മൾ യാത്ര ആരംഭിച്ചത്, അതുകൊണ്ട് തന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ നമ്മളുള്ളത് തമിഴ്നാട്ടിലാണ്. ഏകദേശം 15 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മൾ വേളാങ്കണ്ണിയിൽ എത്തിച്ചേരും. തമിഴ്നാട്ടിലെ പ്രഭാതത്തിലെ അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലും വയലോരങ്ങളും അതിൻ്റെ നടുവിലൂടെ ഈ വഴിയിലൂടെയുമാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ തന്നെ വേളാങ്കണ്ണിയിൽ എത്തിച്ചേരും. നമ്മൾ വേളാങ്കണ്ണിയിലെത്തി. നമ്മൾ റൂമിലൊക്കെ പോയി ഫ്രഷായിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മൾ ഫ്രണ്ടിൽ കാണുന്നതാണ് ഈ ചെറിയ പള്ളി. നമ്മൾ ചെന്ന സമയത്ത് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ചെറിയ പെരുന്നാളും പരിപാടിയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ജനാവലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഫ്രണ്ടിൽ കാണുന്ന ബീച്ചിൻ്റെ സൈഡിലേക്ക് പോകുമ്പോൾ വലിയ പള്ളിയാണ്. ആ പ്രദക്ഷിണം വരുന്നത് കാണാനായി നിൽക്കുന്ന ജനക്കൂട്ടമാണിത്. പ്രദക്ഷിണത്തിൽ പങ്കുചേരാനും അതുപോലെ തന്നെ മാതാവിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങാനുമായി നിൽക്കുന്ന ജനാവലിയാണ് ഈ കാണുന്നതെല്ലാം. പള്ളിയുടെ ഉയരത്തിലായി കത്തി നിൽക്കുന്ന കുരിശ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല മനോഹരമായ കാഴ്ചകളാണ്. നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് ബീച്ചിലേക്കാണ്. നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ ശ്രദ്ധയോടുകൂടി വേണം പോകാൻ. തിരമാലകളുടെ ശക്തമായ പ്രതിഭാസം മൂലം ആർക്കും കടലിലേക്ക് അധികം ഇറങ്ങാൻ പറ്റുന്നില്ല. എന്നാലും തീരത്തോട് ചേർന്ന് എല്ലാവരും ആർത്തുല്ലസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധിക നേരം നമ്മൾ അവിടെ നിൽക്കാണ്ട് പള്ളിയിലേക്ക് തിരിച്ചു പോകുന്നു. പള്ളിമുറ്റത്ത് നല്ല തിരക്കുണ്ട്. പള്ളിമുറ്റത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിട്ട് ചെറിയൊരു ഷോപ്പിംഗ് മാളിൻ്റെ ബോർഡ് കാണാം. അവിടെ നിന്ന് നമുക്ക് മാതാവിൻ്റെ രൂപവും കൊന്ത, കാശ് രൂപം അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ മേടിക്കാൻ പറ്റും. മാതാവിന് ചാർത്താനുള്ള മാലയും നമുക്ക് ഇവിടുന്ന് മേടിക്കാനും അത് ചാർത്താനുമായി സാധിക്കും. അതിൻ്റെ ഫ്രണ്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുർബാനയ്ക്കുള്ള പൈസ അടയ്ക്കാനും നമ്മുടെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാനും വഴിപാടുകൾക്കും എല്ലാമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെയാണ് നമ്മൾ കുർബാനയ്ക്കുള്ള പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. 150 രൂപയാണ് കുർബാനയ്ക്കായി ഈടാക്കുന്നത്. നമ്മൾ നമ്മുടെ നിയോഗങ്ങൾ വെച്ച് കുർബാനയ്ക്കായി 150 രൂപയും അടച്ച് മുൻപോട്ട് നീങ്ങിയപ്പോൾ വലിയൊരു ജനാവലി കടന്നു വരുന്നുണ്ട്. പ്രദക്ഷിണമായി മാതാവിൻ്റെ രൂപവും ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടെ നിന്നും മാതാവിനോട് ഒരുപാട് കരഞ്ഞുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആ പ്രദക്ഷിണത്തിൽ പങ്കുചേർന്നു. മാതാവിൻ്റെ രൂപത്തെ വളരെ മനോഹരമായിട്ടാണ് അവരൊരുക്കിയിരിക്കുന്നത്. കാണാൻ തന്നെ വളരെ ഭംഗിയുണ്ട്. മാതാവിനോട് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ അപേക്ഷകളും എല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മളും ഈ പ്രദക്ഷിണത്തിൽ പങ്കുചേർന്ന് മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു. ഇവിടെ നിന്ന് നമ്മൾ അടുത്ത പോകുന്നത് കൗൺസിലിംഗ് സെൻറ്ററിലേക്കാണ്. ഈ പോകുന്ന വഴിയാണ് കൗൺസിലിംഗ് സെൻറ്ററിലേക്ക്. ഇവിടെ ഒരുപാട് രൂപങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പോകുന്ന വഴിയിൽ രാത്രിയാണേലും അത്യാവശ്യം വെട്ടവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ നിന്നും ഫ്രണ്ടിലേക്ക് നീങ്ങുമ്പോൾ ഒരു മാരേജ് ബ്യൂറോയുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പള്ളിവക ഫ്രീ ആയിട്ട് വിവാഹം നടക്കാത്ത യുവാക്കൾക്കും യുവതികൾക്കുമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. അടുത്തതായി നമ്മൾ അവിടെ നിന്ന് കുറച്ച് ദൂരം ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മനോഹരമായ മറ്റൊരു കാഴ്ച കാണാം. പാറക്കല്ലിനോട് ചേർന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈശോയുടെ രൂപവും മറ്റുമാണ് നമ്മളിവിടെ കാണുന്നത്. വളരെ മനോഹരമായിട്ടാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അതിനോട് ചേർന്ന് ചെറിയൊരു കുളവും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ മനസ്സിന് ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്ന നിമിഷം കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നേരം ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് പോയത്. നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നമ്മൾ വന്ന സമയത്താണെങ്കിൽ തന്നെ നല്ല കാറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തണുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. രാത്രിയാണേലും നന്നായിട്ട് വെട്ടവും വെളിച്ചമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു പേടിയും കൂടാണ്ട് നമുക്ക് ഇതിലേക്ക് സഞ്ചരിക്കാൻ പറ്റും കേട്ടോ. ഇവിടെയായിട്ടാണ് കൗൺസിലിംഗ് സെൻറ്റർ. കൗൺസിലിംഗ് സെൻറ്ററിൽ നിന്ന് സ്വല്പം ഫ്രണ്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കുമ്പസാരിക്കാനുള്ള ഇടമാണ്. നമ്മൾ പറഞ്ഞ് നമ്മുടെ പാവങ്ങളൊക്കെ ഓർത്ത് പശ്ചാത്തപിക്കാൻ പറ്റുന്ന നമ്മുടെ കൺഫെഷൻ്റെ ഏരിയ. അവിടെ നിന്നും നമുക്ക് സ്വല്പം ഫ്രണ്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആരാധനാ പള്ളി. ഇതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ വളരെ സൈലൻ്റായിട്ട് വേണം പ്രവേശിക്കാൻ. മൊബൈൽ പോലും സ്വിച്ച് ഓഫ് ചെയ്തോ സൈലൻ്റ് ചെയ്തിട്ടോ വേണം അതിൻ്റെ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കാനായിട്ട്. അവിടെ ഇരുന്ന് സംസാരിക്കാനോ മറ്റു കാര്യത്തിനൊന്നും ഇടവരുത്തരുത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ആരാധനാ പള്ളിയിലേക്കുള്ള പ്രവേശന സമയം. ഇപ്പോൾ പ്രദക്ഷിണം കടന്നു പോയിക്കൊണ്ടിരുന്ന മെയിൻ പള്ളിയുടെ മുൻവശത്തെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതാണ് ആ മുൻവശത്തെ മെയിൻ പള്ളി. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ മുട്ടയിൽ നീന്തുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ നിന്നും അങ്ങേ അറ്റത്തുള്ള പള്ളിയിലേക്കാണ് മുട്ടയിൽ നീന്തുന്നത്. മഴ പെയ്തിട്ട് മണ്ണൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തറഞ്ഞാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ മുട്ടയിൽ നീന്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാലും നമ്മൾ മുട്ടയിൽ നീന്തി മാതാവിനോട് നമ്മുടെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങേ അറ്റത്തുനിന്ന് അങ്ങേ അറ്റത്തുള്ള പള്ളിയിലേക്ക് നമ്മളും മുട്ടയിൽ നീന്തി നമ്മൾ വരുമ്പോൾ കാണുന്ന പള്ളിയുടെ മുൻവശത്തെ കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. ശക്തമായ കാറ്റിൽ അകപ്പെട്ടുപോയ പോർച്ചുഗീസുകാരുടെ കപ്പൽ മാതാവിൻ്റെ അനുഗ്രഹത്താൽ വേളാങ്കണ്ണി തീരത്തടുക്കുകയും അതിൻ്റെ ഓർമ്മയ്ക്കായി അവർ പണി കഴിപ്പിച്ചതുമാണ് ഈ കപ്പൽ പള്ളി എന്നറിയപ്പെടുന്ന ഈ സ്ഥലം. മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുകയും മാതാവിൻ്റെ അത്ഭുതങ്ങൾക്ക് ഒരുപാട് തവണ സാക്ഷിയാവുകയും ചെയ്തൊരു സ്ഥലം കൂടിയാണ് വേളാങ്കണ്ണി. ഇവിടെയാണ് നമ്മൾ തിരി കത്തിക്കുന്നത്.
അതുപോലെ തന്നെ ഇവിടെ നിന്നുമാണ് മാതാവിൻ്റെ വിശുദ്ധമായ തീർത്ഥം നമ്മൾ വാങ്ങുന്നത്. മാതാവിൻ്റെ പുണ്യജലം മേടിച്ച് നമ്മൾ കുറച്ചു നേരം പള്ളിയിലിരുന്ന് സമാധാനമായി പ്രാർത്ഥിച്ച് അടുത്ത പള്ളിയിലേക്കായി നീങ്ങി. അടുത്ത പള്ളിയിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ പള്ളിയിലാണ് നമ്മുടെ മലയാളം കുർബാനയൊക്കെ നടക്കുന്നത്. ഒരുപാട് അത്ഭുതങ്ങൾക്ക് സാക്ഷ്യമായിട്ടുള്ള ഈ വേളാങ്കണ്ണിയിൽ ഒരുപാട് പള്ളികളുണ്ട്. നമുക്ക് എല്ലാ പള്ളിയും കയറിയിറങ്ങി പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാനും പറ്റുന്ന ഒരുപാട് നിമിഷങ്ങൾ നമുക്കിവിടെ തന്നെയുണ്ട്. നോമ്പ് നോറ്റ് വേളാങ്കണ്ണിയിൽ വന്ന് മാതാവിനോട് കരഞ്ഞുരുകി പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന പോലും മാതാവ് ഇന്നുവരെ കേൾക്കാതിരുന്നിട്ടില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകൾക്കും മാതാവ് തക്കതായ ഫലം നമുക്ക് കാണിച്ചു തരികയും ചെയ്യും. ആ വിശ്വാസത്തിൻ്റെ പുറത്ത് വിശ്വാസികൾ ധാരാളമാണ് എന്നും ഇവിടെ വന്നു ചേർന്ന് പോകുന്നത്. ഈ കാണുന്നത് ഈശോയുടെ വലിയൊരു തിരുസ്വരൂപമാണ്. ഈ സ്വരൂപത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് മുൻപോട്ട് നീങ്ങാം. ഇവിടെ ഒരുപാട് ദേവാലയങ്ങളുണ്ട്. ഓരോ ദേവാലയങ്ങളുടെ പുറകിലും ഓരോ അത്ഭുതങ്ങളുടെ കഥ പറയാനുണ്ടാവും. മാതാവ് പ്രത്യക്ഷപ്പെട്ട് നിറഞ്ഞേകിയ ഒരുപാട് വെളിച്ചത്തിൻ്റെ കഥ പറയാനുള്ളതാണ് നമ്മുടെ ഈ വേളാങ്കണ്ണി. ഓരോ വിശ്വാസികളുടെയും വെളിച്ചമായതാണ് വേളാങ്കണ്ണി.